ഇന്നലെ ന്യൂസ് 8ന്റെ ബ്രാൻഡ് അവാർഡ്സ് ആയിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ആ ചടങ്ങ് നടന്നത്. അതിഥിയായി എത്തിയത് പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം നടത്തിയ ചില സുപ്രധാനപ്പെട്ട പരാമർശങ്ങൾ, അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കാൻ പോകുന്നത്. വാർത്താ മാധ്യമങ്ങൾ ജനാധിപത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയാണെന്നും സത്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന മാധ്യമധർമ്മം ന്യൂസ് 18 എന്നും കാത്തു സൂക്ഷിക്കുന്നു എന്നും പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് പറഞ്ഞു. ന്യൂസ് 18 കേരളയുടെ ബ്രാൻഡ് അവാർഡ് 2025 ചടങ്ങിൽ മുഖ്യപ്രഭാഷണത്തിനിടെയായിരുന്നു ഗവർണറുടെ പ്രതികരണം. നമ്മുടെ നാടിന്റെ സംരംഭകത്വ വിജയ വഴികളിൽ മുൻനിരയിൽ നിൽക്കുന്നവരെയാണ് ഇന്ന് ഈ വേദിയിൽ നമ്മൾ ആദരിക്കുന്നത്. പുത്തൻ ആശയങ്ങളെ ഉപയോഗപ്പെടുത്തി കേരളത്തിലെ വിവിധ വ്യവസായങ്ങളെ ലോകത്തിന് മുന്നിലേക്ക് എത്തിച്ച മികച്ച ബ്രാൻഡുകളെയാണ് ന്യൂസ് 18 കേരളം ബ്രാൻഡ് അവാർഡ് 2025 ആദരിച്ചത്. പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ലെഗസി ബ്രാൻഡ് എക്സലൻസ് അവാർഡ്, ആ അവാർഡിന് അർഹരായിരിക്കുന്നത് SLK ഫുഡ് പ്രോസസിംഗ്, കേരളാസ് നമ്പർ 1 എക്കോ ഫ്രണ്ട്ലി ആൻഡ് മോസ്റ്റ് ട്രസ്റ്റഡ് പെയിന്റ് ബ്രാൻഡ് അവാർഡാണ്. ആ അവാർഡിന് അർഹരായിരിക്കുന്നത് NCI ഫസ്റ്റ് പെയിന്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡർ. ആ അവാർഡിന് അർഹരായിരിക്കുന്നു IBIS ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മോസ്റ്റ് ട്രസ്റ്റഡ് ട്രഡീഷണൽ ഫുഡ് പ്രോഡക്ട്സ്, ആ അവാർഡിന് അർഹരായിരിക്കുന്നു BG അസഫോറ്റിഡ, ഇന്നോവേറ്റീവ് എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റ്. VPS ഇന്നോവേറ്റീവ് സൊല്യൂഷൻസിനാണ് ആ അവാർഡ് കിട്ടിയിരിക്കുന്നത്. മോസ്റ്റ് ട്രസ്റ്റഡ് റൂറൽ ഫിനാൻസ് കമ്പനി ഏതാണെന്ന് പറയാം, സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ചേഞ്ച് മേക്കർ ഓഫ് ദ ഇയർ. ദിലീപ് RK സ്റ്റഡി അബ്രോഡ്, കേരള സിഗ്നേച്ചർ ബ്രാൻഡ്. ആ സിഗ്നേച്ചർ ബ്രാൻഡിനുള്ള പുരസ്കാരത്തിന് അർഹരായിരിക്കുന്നത് ഗോഡ്സ് ഓൺ ഫുഡ് സൊല്യൂഷൻസ്, ജാക്ക് ഫ്രൂട്ട് 365. മോസ്റ്റ് ട്രസ്റ്റഡ് ബിൽഡേഴ്സ്, ആ അവാർഡിന് അർഹരായിരിക്കുന്നു സ്കൈലൈൻ ഫൗണ്ടേഷൻ. ബ്രാൻഡ് ഓഫ് ലെറ്റേഴ്സ് ആണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട DC ബുക്സിനാണ് ആ പുരസ്കാരം. ഗവർണർക്കുള്ള ഉപഹാരം നെറ്റ്വർക്ക് 18 ചീഫ് കണ്ടന്റ് ഓഫീസർ സന്തോഷ് രാമചന്ദ്ര മേനോൻ സമ്മാനിച്ചു. ന്യൂസ് 18 നെറ്റ്വർക്ക് സൗത്ത് മാനേജിംഗ് എഡിറ്റർ വിവേക് നാരായണൻ ആമുഖ പ്രഭാഷണം നടത്തി. വയനാട് ദുരന്തത്തിലടക്കം ന്യൂസ് 18 കേരളം നടത്തിയ ഇടപെടലുകളെ CV ആനന്ദബോസ് പ്രത്യേകം പരാമർശിച്ചു. എനിക്കറിയാം ന്യൂസ് 18 എത്ര ഭംഗിയായിട്ട് നമ്മുടെ വയനാട് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ന്യൂസ് 18 രംഗത്തുണ്ടായിരുന്നു. 24/7 വളരെ സ്തുത്യർഹമായ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് ഞാൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ്. ഞാൻ ഇവിടെ ചെന്നിരുന്നു. യുവ വയലിനിസ്റ്റ് R ബാലഗോപാലിന്റെ സംഗീത വിരുന്ന് ചടങ്ങിന് കൂടുതൽ മിഴിവേകി. ന്യൂസ് 18 തിരുവനന്തപുരം.